വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല കാലാവസ്ഥ അല്ലേ? വി ആർ ബ്ലെസ്ഡ് വിത്ത് ഗുഡ് ക്ലൈമറ്റ് അല്ലേ? വെതർ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ചൂടും ഒക്കെ അല്ലേ? ഇത് നമ്മുടെ ഇവിടെ അല്ലാതെ പുറത്തു നിന്നൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ എക്സ്പെഷ്യലി ഇടുക്കി ജില്ലക്കാരല്ലാതെ ഉണ്ടോ? ഇടുക്കി ജില്ലക്കാരല്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കേ. ഇല്ല, എല്ലാവരും നമ്മൾ കൂടുതൽ ഇടുക്കി ജില്ലക്കാരാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം അത് തന്നെയാണ്. ഗോഡ്സ് ഗ്രേറ്റ് പ്ലേസിലാണ് നമ്മൾ ജന്മം കൊണ്ടത്. അത് കേരള നമ്മൾ പറയും. അതിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് അല്ലേ? അപ്പം ഇന്നത്തെ ഒരു ദിവസം ഐ ആം വെരി ഹാപ്പി. ഞാനിവിടെ വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. എനിക്ക് തോന്നുന്നു 2023 24 ഇതേപോലെ ഇതേ ഹാളിൽ ED ക്ലബ്ബ് ഇനാഗ്രേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എത്തുന്നത്. ആദ്യം തന്നെ ഞാൻ സ്കൂൾ മാനേജ്മെൻറ്റിനോടും എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. റെസ്പെക്റ്റഡ് ഡോക്ടർ ജിൻസ് മാത്യു സർ, സിജോ സർ, സിൻഡ്രില്ല മാഡം, ഡോക്ടർ ബോബി സർ, ഡിയോൻ ബോബി സർ ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്കറിയാം നമ്മൾ എന്തിനാണ് ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ക്ലാസ് എന്തിനാണ് അറ്റൻഡ് ചെയ്യുന്നത്? ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഈ കോളേജ് എന്തുകൊണ്ടാണ് നിങ്ങളെ ഒരു ED ക്ലബ്, എൻട്രപ്രനിയൽ ഡെവലപ്മെൻറ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരുന്നത്? ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനോ പഠിപ്പിക്കാനോ വന്ന ഒരാളല്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനോ മോട്ടിവേറ്റ് ചെയ്യാനോ വന്ന ഒരാളല്ല. പക്ഷേ ഐ ആം ഹിയർ ഫോർ ഗിവ് ആൻ ഡയറക്ഷൻ ടു ഓൾ ഓഫ് യു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ തീപ്പൊരി നൽകാൻ വന്നതാണ്. ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ആ ഒരു തീപ്പൊരിയെ അല്ലെങ്കിൽ ആ ഒരു ചെറിയ കാര്യത്തെ ഒരു വലിയ തീനാളമായിട്ട് നിങ്ങൾക്കത് എടുത്ത് വളർത്താൻ സാധിച്ചാൽ ഉണ്ടാകുന്ന വലിയ ഒരു കോൺസെപ്റ്റാണ് ED അല്ലെങ്കിൽ എന്റർപ്രണർ. ഞാനെപ്പോഴും പറയും, ഭൂമിയിലെ ദൈവങ്ങളാണ് സംരംഭകർ. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, വിശക്കുന്നവന് അന്നം കൊടുക്കണം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഒരു എന്റർപ്രണർ ചെയ്യുന്നത് ഭക്ഷണം മാത്രമല്ല, അവനെ ഇര തേടാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവന് വഴിയും കൂടെ മാർഗനിർദ്ദേശം കൂടെ കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ ദാതാവാണ് ഒരു എന്റർപ്രണർ. നിങ്ങൾ ഇന്ന് ഈ ഒരു കലാലയം വിട്ട് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊരു തൊഴിൽ അന്വേഷകരാകാം അല്ലേ? ആണോ? എന്തിനാ പഠിക്കുന്നത്? ഇന്നസെൻ്റ് ചോദിച്ചോ അല്ലേ? എന്തിനാ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? ചിലപ്പോൾ എന്തിനാ പഠിക്കുന്നത് ചോദിച്ചാൽ പറയാം BSc അല്ലെങ്കിൽ BA BBA എന്നൊക്കെ പറയും. ഇന്നസെൻ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ പഠിക്കുന്നത്? ആ ചോദ്യം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക. മോൻ്റെ പേരെന്താ? എൻ്റെ ഇൻറ്റേൺഷിപ്പിൽ ആരെങ്കിലും ഉണ്ടോ? ഇൻറ്റേൺഷിപ്പിൽ കഴിഞ്ഞ വർഷം എൻ്റെ കമ്പനിയിലുണ്ടോ? ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലാന്ന് തോന്നുന്നല്ലേ? മിടുക്കി പെണ്ണ് ഇവിടെ ഉണ്ടോ? ഒന്നിടെ മക്കളെ നിങ്ങളെല്ലാം ഉണ്ടോ ഇവിടെ? ഓക്കെ, അവരോട് ചോദിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പോനെ? ആരെങ്കിലും ഒന്ന് എണീറ്റ് നിന്നു, ജസ്റ്റ് എന്ന് പറഞ്ഞേ, ഒന്ന് എണീറ്റ് നിന്നേ, മടിക്കണ്ട, പറഞ്ഞോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത് തന്നെ പേഴ്സണലായിട്ട് ചോദിക്കണം, എന്ത് എക്സ്പീരിയൻസ് ആണെന്നേ കേട്ടോ. പിന്നെ എങ്ങോട്ട് പോകുമ്പോൾ ടീ ബ്രേക്ക് പോകുമ്പോൾ ചോദിച്ചാൽ മതി. അപ്പം എന്നാലും നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളായിരുന്നു വന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക് ഞാൻ കൊടുക്കാൻ ശ്രമിച്ചത്. അപ്പം ഇന്നസെൻ്റ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തിനാ പഠിക്കുന്നത്? ഒരു ജീവിതോദ്ദേശം അല്ല, ജന്മോദ്ദേശം എന്ന് പറയും. ഇപ്പം ജീസസ് ക്രൈസ്റ്റ് ഭൂമിയിലേക്ക് വന്നതല്ല, ശ്രീകൃഷ്ണൻ വന്നത് ഒരു ജന്മോദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ഭൂമിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും മക്കളായിട്ട് നിങ്ങൾ പിറന്നപ്പോൾ ഒരു ജന്മോദ്ദേശം ഉണ്ട്. ആർക്കെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചോ ഇതുവരെ? പറ്റിയോ? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ പിറന്നത്? ആ ഒരു ജന്മോദ്ദേശം തിരിച്ചറിയുന്ന ദിവസത്തിൽ നിന്നാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്, അധ്യാപകരുണ്ട്, പലരും ഉണ്ട്. അവരെല്ലാം അവരുടെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ജന്മോദ്ദേശം എന്ന് ഞാൻ പറയും. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ് കറക്റ്റ്.
നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അവസാനം നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജന്മോദ്ദേശം. അതിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഒരു എംപ്ലോയി ആയി മാറാം. എത്ര പേർക്കാണ് എംപ്ലോയർ ആവാൻ ആഗ്രഹമുള്ളത്? എംപ്ലോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ ദാതാവ്. നിങ്ങൾ ഇത് ക്ലാസ് അല്ല കേട്ടോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണേ. അതുകൊണ്ട് ആരും നിങ്ങൾ ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കൊന്നും വേണ്ട. ഞാനൊരു 30 മിനിറ്റ് നിങ്ങളുടെ കൂടെ സംവദിക്കാനാണ് ശ്രമിക്കുന്നത്. എത്ര പേരാണ് സംരംഭകരാകാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു അവസരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എത്ര പേരാണ് മറ്റുള്ളവരുടെ കീഴിൽ, സർക്കാർ സ്ഥാപനം ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനമായിക്കോട്ടെ, മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ബോസിൻ്റെ കീഴിൽ അവർ പറയുന്ന ടൈമും അവർ വരുന്ന ശമ്പളവും ഒക്കെ തന്നുകൊണ്ട് എത്ര പേർക്കാണ് ആഗ്രഹം? ആർക്കൊക്കെയാണ് തൊഴിൽ ദാതാവാൻ ഇഷ്ടം? കുറച്ച് പേർക്ക് തൊഴിൽ നൽകണം. ഞാൻ തൊഴിൽ ചെയ്യുക മാത്രമല്ല, ഞാനൊരു തൊഴിൽ ചെയ്യുന്നതോടൊപ്പം 100 പേർക്ക് അവസരവും കൂടെ കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ ഇതെല്ലാം ആയിക്കോളും. ഡിഗ്രി ആയിരുന്ന സമയത്ത് ഇതൊന്നും ചിന്തിക്കില്ല. പക്ഷേ ഇതെല്ലാം ചിന്തിക്കുന്ന ഒരു ദിവസം വരും. ഞാൻ തൊഴിൽ ചെയ്യണോ, തൊഴിൽ ദാതാവാണോ? ഡിഗ്രി പഠിച്ചിറങ്ങുമ്പോഴാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി വരിക. കാരണം എന്താ? ഇന്നൊരു ഓൺട്രപ്രണർ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ ഡിഗ്രി ആണോ? അല്ലെങ്കിൽ ഒരു തൊഴിൽ ദാതാവ് ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾക്കിപ്പം ബികോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, അതാണോ ചോദിക്കുക? അല്ലെ ഡിഗ്രിക്കുള്ള നിങ്ങൾക്ക് ഹൈ മാർക്കുണ്ട്, അതാണോ ചോദിക്കുക? അല്ല. അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തൊഴിലറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്കില്ലുണ്ട്. ആ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് തൊഴിൽ നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിന് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ മാത്രമല്ല. എന്താണ് അതിൻ്റെ കൂടെ? ഒരു സ്കിൽ അക്യൂർമെൻറ്റും കൂടെയാണ്, അല്ലേ? ആണോ? അപ്പം നമ്മൾ ഈ പാവനാത്മാ കോളേജ് വിട്ടിറങ്ങി ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് ഇറങ്ങുമ്പം നിങ്ങളുടെ കയ്യിൽ എന്തും കൂടെ ഉണ്ടാവണം? പറഞ്ഞേ. സർട്ടിഫിക്കറ്റ് മാത്രം മതിയോ? പോരാ. ഒരു 1-2 സ്കില്ലുകളും കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് വേണം പോകാൻ. ആ സ്കില്ലിനാണ് നിങ്ങൾക്ക് വേറൊരു ഓൺട്രപ്രണർ ശമ്പളം തരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ബോബി സാറിൻ്റെ നേതൃത്വത്തിൽ ഈ എൻ്റർപ്രനീറിയൽ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് രൂപീകരിക്കുകയും അതിലൂടെ നിങ്ങളുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന ഈ കോളേജിൻ്റെ മഹത്തായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. ക്ലിയറായോ? പോട്ടെ, സംരംഭനാവുന്ന പോട്ടെ. ഇപ്പോൾ എത്ര വയസ്സുള്ള ഒരു ആവറേജ്? നിങ്ങളൊരു 20, 21, 22, അതോ 18, 19, എത്രയാ? എക്സ് ഓർ വൈ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. ഒരു 35-ാമത്തെ വയസ്സിൽ ഒരു 1 CR rupees, 1 കോടി രൂപ ആനുവൽ വരുമാനമുള്ള ഒരാളായി മാറണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ബാക്കിയെല്ലാം വിട്. 1 കോടി രൂപ എനിക്ക് മാസം ഏൺ ചെയ്യണം എന്ന് ആഗ്രഹം, അറ്റ്ലീസ്റ്റ് ആഗ്രഹിക്കുക. പഴയ കാലത്തെ ആളുകൾ പറയും, നമ്മൾ ഉന്നം വെക്കുന്നത് സൂര്യനെ ആണെങ്കിൽ നമ്മൾ പെരപ്പുറത്ത് പോയി കിടക്കും സാധനം, തെങ്ങിനെയാണ് ഉന്നം വെക്കുന്നതെങ്കിൽ താഴെ കിടക്കും എന്ന് പറയും. അതായത് ആനയാവാൻ ആഗ്രഹിച്ചാൽ അറ്റ്ലീസ്റ്റ് എന്തായാലും ആവുള്ളൂ, ആടാവുള്ളൂ. ആടായി കഴിഞ്ഞ് ഉറുമ്പായി പോകും ആഗ്രഹം. അതുകൊണ്ട് ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും നമ്മൾ, അല്ലെ സ്വപ്നം കാണുന്നതിന് ഒരിക്കലും നമ്മൾ കുറയ്ക്കണ്ട, ലിമിറ്റ് ചെയ്യണ്ട. നിങ്ങൾ ഈ പഠനത്തോടൊപ്പം സ്വപ്നം കാണണം. നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങൾ ആരായി തീരും, നിങ്ങൾ എന്ത് സ്റ്റൈലിലായിരിക്കും, നിങ്ങൾ എന്ത് വണ്ടിയായിരിക്കും ഉപയോഗിക്കേണ്ടത്, ഏത് മൊബൈൽ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, നിങ്ങൾ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കും, വീട്ടിലേക്ക് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു, അവർക്ക് നിങ്ങൾ എന്ത് ഫെസിലിറ്റി കൊടുക്കും, ഏത് വീട് വയ്ക്കും, ഇങ്ങനെയെല്ലാം ചിന്തിക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്, സ്വപ്നം കണ്ടവരാണ് ഇന്ന് മഹത് വ്യക്തികളായി മാറിയിട്ടുള്ളത്. സ്വപ്നം കാണാതെ, ചിന്തിക്കാതെ തല കുമ്പിട്ട് നടക്കുന്ന ഒരു തലമുറ നമ്മൾക്കുണ്ടായിപ്പോയാൽ എന്താണ് പ്രശ്നം? അവർ സ്വയം നന്നാവുകയില്ല, സമൂഹത്തിനും ഗുണമില്ലാണ്ടായി മാറും. അപ്പം നമ്മുടെ പാവനാത്മ എന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളും എങ്ങനെയുള്ള കുട്ടികളായിരിക്കണം? സ്വന്തമായിട്ട് ബെനിഫിറ്റ് ഉള്ളവരും, അതോടൊപ്പം സ്വന്തം കുടുംബത്തിന് ബെനിഫിറ്റ് ഉള്ളവരും, അതോടൊപ്പം സമൂഹത്തിനൊരു ബെനിഫിറ്റ് ഉള്ള ഒരു യുവതലമുറയായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. വേണോ? ആദ്യം ബെനിഫിറ്റ് ആർക്കാവണ്ടേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അല്ലേ? നിങ്ങൾ നന്നായാലല്ലേ ഗുണമുള്ളൂ. ആദ്യം നന്നാവേണ്ട ആരാണ്? നന്നാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കുറച്ച് ശരീരം നന്നായിട്ടിരിക്കുന്നതാണോ? ആണോ? അല്ല. നന്നാവുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും ബെനിഫിറ്റ് ആവുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അപ്പോൾ അതിനകത്ത് ഇൻകം ഒരു ഇമ്പോർട്ടൻ്റ് ആണോ? വരുമാനം ഇല്ലാത്തവനെ
എന്തെങ്കിലും കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാമ്പത്തികം ഇല്ലെങ്കിൽ സാമ്പത്തികം, നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യണേ നല്ല സാമ്പത്തികം വേണം, നല്ല ടൂർ പോകണേ നമുക്ക് സാമ്പത്തികം വേണം, അച്ഛനും അമ്മയും നോക്കണേ നമുക്ക് സാമ്പത്തികം വേണം, ചാരിറ്റി ചെയ്യണേ നമുക്ക് സാമ്പത്തികം വേണം. എല്ലാം ഫിനാൻഷ്യൽ ഈസ് ദ മെയിൻ തിങ്. അപ്പോൾ ഫിനാൻഷ്യൽ ഏൺ ചെയ്യുന്നത് തെറ്റാണോ? ആണോ? അല്ല. അപ്പോൾ ഫിനാൻഷ്യൽ ഏൺ ചെയ്യാനാണ് ED ക്ലബ്ബിൽ ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ സ്റ്റുഡൻ്റാണ്. വിദേശ രാജ്യങ്ങളെല്ലാം പോകുന്ന കുട്ടികൾ ഒരു കാര്യം ചെയ്യാറുണ്ട്. എന്താണെന്നറിയോ? എന്താണ്? അവർ പഠനത്തോടൊപ്പം എന്ത് ചെയ്യും? ജോലി ചെയ്യും. അവരുടെ സെൽഫിനായിട്ടുള്ള, അവരുടെ വരുമാനത്തിന് ആവശ്യമുള്ള, അച്ഛനും അമ്മയും അവർ ഫീസ് ചിലപ്പോൾ അച്ഛനും അമ്മയും കൊടുക്കും, പക്ഷെ അവരുടെ സെൽഫ് ചിലവുകൾ സ്വന്തമായിട്ട് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടികളും ഇന്ന് ഈ ക്ലാസ് മുറി വിട്ടു പോകുമ്പം ഒരു കാര്യം ചിന്തിക്കണം, ഞാൻ ഇതുവരെ അച്ഛനും അമ്മയുടെ നിന്നും ഫീസും കാര്യങ്ങളൊക്കെ മേടിച്ചു, അല്ലെങ്കിൽ ബാക്കി കഴിഞ്ഞു, ചെലവിന് ഇനിയും തൊട്ട് മേടിക്കില്ല, ഞാൻ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കും. എത്ര പേർക്ക് അതിന് ആഗ്രഹമുണ്ട്? ആഗ്രഹമുണ്ടോ? സ്വന്തമായിട്ട് വരുമാനം വേണമെന്നുള്ള, നാളെ ഇപ്പോൾ ഒരു നിങ്ങളുടെ ഇതിൽ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടാവണമെന്ന്. നെറ്റുണ്ടോ സാറേ? ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടാബിലൊന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടല്ലേ? എല്ലാവർക്കും ഇൻ്റർനെറ്റും ഉണ്ടോ മൊബൈലിൽ? ഇവിടെ കിട്ടുമോ? കിട്ടും. ഞാൻ ChatGPT ഉപയോഗിക്കുന്നവരാണല്ലേ നിങ്ങളൊക്കെ? ആണോ? ഓക്കെ. ഞാനൊരു ടാസ്ക് തരട്ടെ നിങ്ങൾക്ക്. നിങ്ങളെല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ നിങ്ങളുടെ മൊബൈലിൽ തന്നെ, അല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്തോട്ടെ. ഹൂ ഈസ്, ChatGPTയോട് ചോദിക്കണേ, ഹൂ ഈസ് ഡോക്ടർ വിനോദ് കുമാർ TA DMS DLIT USA. ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് ചോദിക്കേ, ഫുള്ള് ടൈപ്പ് ചെയ്ത് ചോദിക്കണേ. ഹൂ ഈസ് ഡോക്ടർ വിനോദ് കുമാർ TA, ഹൂ ഈസ് ഡോക്ടർ വിനോദ് കുമാർ TA DMS DLIT USA. ചോദിച്ചേ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പേരും ചോദിക്കും കേട്ടോ. ആദ്യം എൻ്റെ ചോദിക്കുക. ഇപ്പം നിങ്ങളുടെ പേരും നിങ്ങൾ ചോദിക്കും. ആദ്യം എൻ്റെ പേര് ചോദിച്ചേ, എന്താ പറയുന്നതെന്ന് വായിച്ചേ. ഫുൾ അടിച്ചോളൂ. വിനോദ് കുമാർ TA DMS DLIT എന്ന് അടിച്ചോളൂ, എന്നാലല്ല വേറെ വിനോദ് കുമാർ TMമാർ കാണും. DMS ഡോക്ടറേറ്റ് ഇൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഡിപ്ലോമയല്ല കേട്ടോ, ഡോക്ടറേറ്റ് ആണ്, ഡോക്ടറേറ്റ് ഇൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. എൻ്റർപ്രണർഷിപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ജേർണി നിങ്ങളോട് പറഞ്ഞേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ എന്തായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ ജനിച്ച സ്ഥലത്ത് അന്ന് +2 കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ് മാർക്കുണ്ടായിരുന്നു. ആ കാലത്ത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറയാം, ക്ലാസ് ഉണ്ട്. അന്ന് എനിക്ക് പാവനാത്മ കോളേജിൽ അഡ്മിഷൻ ചോദിച്ചിട്ട് തന്നില്ല, കിട്ടിയില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്ന ഒരു 30, 35, 40 വർഷം മുന്നെയാണ്. അപ്പം അതിനുശേഷം ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് പാവനാത്മ കോളേജിൽ വന്നിട്ട് ഒരു ക്ലാസ് എടുക്കാൻ ദൈവം എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഐ ആം വെരി ബ്ലെസ്ഡ്. ഓക്കെ. അത്രയും അന്ന് ഇടുക്കി ജില്ലയിലെ, അന്നല്ല ഇന്നും ഇടുക്കി ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോളേജുകളിൽ ഒന്നാണ് നമ്മുടെ ഈ പാവനാത്മ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു പഠിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ ബ്ലെസ്സിങ് ആണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരായിട്ടുള്ള അധ്യാപകരും വളരെ പൊളൈറ്റഡ് ആയിട്ടുള്ള ആളും നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല കാലാവസ്ഥയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം കിട്ടുന്നുണ്ടോ സാറേ നെറ്റ്? ഓക്കെ. ജസ്റ്റ് ഒന്ന് ചോദിച്ചോ. അല്ല, നിങ്ങളുടെ മൊബൈലിൽ ചോദിച്ചോ, എന്തൊക്കെയാ പറയുന്നുണ്ടോ? എന്തേലോ പറയുന്നുണ്ടോ? എന്തൊക്കെയാ പറയുന്നേ? അവിടെ കിട്ടുന്നുണ്ടോ സാറേ? അല്ലെ നമ്മുടെ വാട്സപ്പിലോ എന്തെങ്കിലും ചോദിച്ചാൽ മതി. അതിനകത്ത് ഇത്രേ ഉള്ളൂ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. കറക്റ്റായിട്ട് ഡെൽറ്റയ്ക്ക് എന്നെ കിട്ടിയേ. ഇത് ഡെൽറ്റ മരിയ. എൻ്റെ നിങ്ങളാ വിചാരിക്കും ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫർ അല്ല, നമ്മുടെ കമ്പനിയിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ മോളെ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എൻ്റെ അടുത്തൊരു ഇൻറ്റേൺ ആയിട്ട് വന്ന കുട്ടിയാണ്. ഇന്ന് 7 വർഷമായിട്ട് ഇന്ന് സീനിയർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങളുടെ ഒരു ഡിവിഷനുണ്ട്, എഡ്യൂക്കേഷൻ ഡിവിഷൻ്റെ ഹെഡാണ്. നല്ല സാലറി മേടിക്കുന്ന ആളാണ്, ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്, ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ ഇന്നൊരു സ്റ്റുഡൻ്റായിട്ട് നിങ്ങൾ ഓരോരുത്തർ ഇന്ന് ഫ്യൂച്ചറിൽ നിങ്ങളിത് പലരുമായിട്ട് മാറും. നിങ്ങൾ ഒരു പക്ഷേ ഒരു നല്ല സ്ഥാപനത്തിൻ്റെ എംപ്ലോയി ആയിട്ട് മാറും, അല്ലെങ്കിൽ നല്ലൊരു എൻ്റർപ്രണറായിട്ട് നിങ്ങൾ മാറും. അപ്പം ഞാനിത് ChatGPTയോട് ചോദിച്ചാൽ ChatGPT പറയും ഡോക്ടർ വിനോദ് കുമാർ TA എന്താണെന്ന് അവിടെ കറക്റ്റ് പറയും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ പേരും ChatGPTയോട് ചോദിച്ചു കഴിയുമ്പോൾ
ഫ്യൂച്ചറിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ഗുഡ് പ്രൊഫൈലായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവണം. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? എന്താ ഒരു ജീവനില്ലാത്ത? എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ. കാരണം എനിക്ക് എത്ര ആക്ഷൻ അങ്ങോട്ട് തരുന്നത്, എത്ര റിയാക്ഷൻ കിട്ടണം, എന്നാലും എൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കൂടുതൽ തരാൻ പറ്റുള്ളൂ. അല്ല 30 മിനിറ്റ് ഞാൻ എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് അങ്ങ് പോകും. റേഡിയോ പോലെ. റേഡിയോയുടെ ഇതെന്താ, വൺ സൈഡ്, ആരും ഇല്ല, ഒരു സൈഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനതാ പറഞ്ഞ ഇൻട്രാക്ഷൻസ്, നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഐ വിൽ ഗിവ് മോർ ഔട്ട്പുട്ട്സ്. ഞാൻ കൂടുതൽ ഔട്ട്പുട്ട് തരാം, എനിക്കും കൂടുതൽ ഇതാവും. ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് എടുക്കാൻ വന്നതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും. അപ്പം എൻട്രപ്രണർ ആയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഫ്രീഡം എൻജോയ് ചെയ്യാം. എന്താണ് ഒരു എൻട്രപ്രണർ ആയാലുള്ള ഗുണം? എന്താ? ടൈമിങ് ഒരു പ്രശ്നമല്ല. എൻട്രപ്രണറിന് എനിക്കിപ്പം എത്ര മണിക്ക് വേണം ഓഫീസിൽ പോകാം, എത്ര മണിക്ക് വേണം ഇത് ചെയ്യാം. പിന്നെ ഇന്ന് ബിസിനസ് ക്ലാസ്, ഇപ്പം നിങ്ങൾ ഫ്ലൈറ്റിൽ പോവാണെങ്കിൽ ബിസിനസ് ക്ലാസ്സുകളിലെല്ലാം യാത്ര ചെയ്യുന്ന ആരാന്നറിയാമോ? കൂടുതൽ ആരാണ്? എംപ്ലോയീസ് ആണോ? ആരായിരിക്കും? ഓൺട്രപ്രണേഴ്സ് ആണ്, എന്ന് പറഞ്ഞാൽ സംരംഭകരാണ്. ഓക്കെ. ബെൻസുകാരും ഓഡിക്കാരും ഒക്കെ വെച്ചിട്ടുള്ള ആരായിരിക്കും? എംപ്ലോയീസ് ആണോ? 3, 4, 5 മൊബൈൽ ഫോൺസുകളും ഒത്തിരി പരാജയം ഒക്കെ ഉള്ള ആരാണ്? ഓൺട്രപ്രണേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം they are enjoying the life as well as they are giving the opportunity to the others. അപ്പോൾ എൻട്രപ്രണർഷിപ്പ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിച്ചിറങ്ങി, നിങ്ങളൊരു തൊഴിൽ പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങളൊരു തൊഴിൽ ദാതാവായിട്ട്, അത് പെട്ടെന്ന് 25-ാമത്തെ വയസ്സിലാവണമെന്നൊന്നും ഞാൻ പറയില്ല. അതൊരു 35-ാമത്തെ വയസ്സിലോ 40-ാം വയസ്സിലോ നിങ്ങൾ ആവണം. അപ്പോഴാണ് നിങ്ങൾ പഠിച്ച മൂല്യങ്ങളെ സമൂഹത്തിനും കൂടെ ബെനിഫിറ്റ് ആയിട്ട് മാറുള്ളൂ. ക്ലിയർ ആണോ? അപ്പം ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം, ഇപ്പം എൻ്റെ ജേർണി പറയുവാണെങ്കിൽ, ഞാൻ എൻ്റെ +2 കഴിഞ്ഞ ഉടനെ ഞാൻ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്ത ഒരാളാണ്. ഏകദേശം 15ഓളം വർഷം ഇന്ത്യൻ ആർമി ഞാൻ ജോയിൻ ചെയ്തു. അതിനുശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 12 വർഷത്തോളം ജോലി ചെയ്തു. ഏരിയ മാനേജറായിരുന്നു, സീനിയർ മാനേജർ. ഏകദേശം ഇന്ത്യൻ സാലറി 3 ലക്ഷം രൂപ വാങ്ങി നല്ല ലൈഫ് സ്റ്റൈലൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്തോ ഒരു കുറവ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു ചിന്ത, ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, നിൻ്റെ ജീവിതോദ്ദേശം എന്താണ്? എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല. നല്ല പൈസയുണ്ട്, ഇഷ്ടംപോലെ ടൂറുണ്ട്, എല്ലാം ഉണ്ട്, എവറിത്തിങ് ഈസ് ഓക്കെ. ബട്ട് എവിടെയോ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു കുറവാണ് എൻ്റെ എൻ്റർപ്രണർഷിപ്പിലേക്ക് എത്തിച്ചത്. സാധാരണ സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ 50-60 വയസ്സ് വരെ ജോലി ചെയ്ത് റിട്ടയർമെൻ്റ് ആയിരിക്കും നോക്കുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എൻ്റെ 42-ാമത്തെ വയസ്സിൽ ഞാൻ 3 ലക്ഷം രൂപ ജോലിയുള്ള, എന്ന് പറഞ്ഞാൽ ശമ്പളമുണ്ട്, ഇന്ത്യൻ ജോലി റിസിഗ്നേഷൻ ചെയ്തു. എന്നിട്ട് ഞാൻ സംരംഭത്തിലേക്ക് ഇറങ്ങി. സംരംഭകൻ ആരാണ്? ഒരു വിജയിക്കുന്ന സംരംഭം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നവനാണ്. എന്താണ്? ഇപ്പം ChatGPT എന്ന് പറയുന്ന ഒരു സംരംഭകത്വം, അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സംരംഭകത്വം, അല്ലേ? ഗൂഗിൾ എന്താണ്? ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണ്, അല്ലേ? ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം ഊബർ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം സമൂഹത്തിലുള്ള ഏതെങ്കിലും, നിങ്ങൾ ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ കണ്ണ് നമ്മുടെ സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലത്തേതിലേക്ക് നോക്കുക. ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിരിക്കണം നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഞാൻ കണ്ടെത്തിയ പ്രോബ്ലം ഇതായിരുന്നു. ഇന്ന് സമൂഹത്തിൽ ഒത്തിരി പേർക്ക് തൊഴിലില്ലായ്മയുണ്ട്. കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ 750 രൂപ ശമ്പളത്തിന് ജമ്മു കാശ്മീർ വരെ ഞാൻ യാത്ര ചെയ്തു. എന്തിനാ? പട്ടാളത്തിൽ പോയി. 750 രൂപയാണ് എൻ്റെ ഫസ്റ്റ് സാലറി. തൊഴിലില്ലായ്മ, എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഒരു തൊഴിൽ വേണമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ജമ്മു കാശ്മീർ ഒരു യാത്ര ചെയ്തപ്പോൾ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ആരാണ് ഈ തൊഴിൽ ദാതാവ്? ഞാൻ തൊഴിലിന് വേണ്ടിയിട്ടാണല്ലോ അത്രയും ദൂരം പോയത്. അപ്പോൾ ഈ തൊഴിൽ ദാതാവ് ആരാണ്? അപ്പോൾ അന്ന് ഇന്ത്യൻ ആർമിയാണ്, നാട്ടിൽ വന്നപ്പം ബാങ്കാണ്, അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. അപ്പോൾ എന്തുകൊണ്ട് എനിക്കൊരു തൊഴിൽ ദാതാവായിക്കൂടാ? അപ്പം ഞാനൊരു തൊഴിൽ ദാതാവായാൽ ഇന്ന് ഒത്തിരി പേർക്ക് ഓപ്പർച്യൂണിറ്റി എനിക്ക് കൊടുക്കാൻ സാധിക്കും എന്നെൻ്റെ മനസ്സിൽ, അതാണ് എൻ്റെ ജന്മോദ്ദേശമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാനൊരു സംരംഭം തുടങ്ങിയത്. ആ സംരംഭം തന്നെ ഇതാണ്, ക്രിയേറ്റീവ് ഓൺട്രപ്രണർ. അപ്പം നമ്മുടെ സാർ ഇവിടെ പറഞ്ഞു ഗ്രീൻ വേൾഡ് ഇൻ്റർനാഷണൽ, അല്ലെ ഗ്രീൻ വേൾഡ് ടെക്നോളജീസ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഇതാണ്, സമൂഹത്തിലെ സംരംഭകരെ ക്രിയേറ്റ് ചെയ്യുക. അവർക്കുള്ള ടെക്നോളജി, അവർക്കുള്ള സപ്പോർട്ട്, അവരുടെ ബാക്ക് എൻഡ് അവരെ ഡെവലപ്പ് ചെയ്യുക. അപ്പം എനിക്കൊരു തൊഴിൽ ദാതാവ് ആയാൽ എനിക്ക് കുറച്ച് പേർക്ക് എനിക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഞാനൊരു സംരംഭകനെ ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ സമൂഹത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും
എന്നുള്ള ആ ചിന്തയിൽ നിന്നാണ് ഞാൻ 4 പ്രൊജക്റ്റുകൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. ഒന്ന് എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിലാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലും വിദേശത്തുമുള്ള അഡ്മിഷൻ സൊല്യൂഷൻസ്, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിലെ 225ഓളം എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസികളുടെ ബാക്കെൻഡ് ഞങ്ങളാണ്. ഏകദേശം വേൾഡ് വൈഡ് 2000ഓളം വേൾഡ് യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. ഇന്ന് ഏകദേശം ഒരു 1,00,000ഓളം കുട്ടികളെ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് അവർക്ക് സ്കോളർഷിപ്പ് നേടാനും അതുപോലെ തന്നെ മറ്റുള്ള ഓപ്പർച്യൂണിറ്റികളും നൽകാൻ വേണ്ടിയിട്ട് ബാക്കെൻഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഞങ്ങളുടെ ടെക്നോളജി. അതിനകത്ത് 1,00,000-ലധികം കോഴ്സുകൾ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒരു ഓൺട്രപ്രണറിന് ഞങ്ങൾ കൊടുത്തു. അതാണ് ഞങ്ങളുടെ എഡ്ടെക് പ്ലാറ്റ്ഫോമായ എഡ്യൂഎംഇ യൂണിവേഴ്സ് എന്ന് പറയും. അതായത് സമൂഹത്തിൽ ഉള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കോളർഷിപ്പ്, അഡ്മിഷൻസ്, അതിനോടനുബന്ധം ഇന്ത്യയിലും വിദേശത്തും നേടിക്കൊടുക്കുന്ന ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോമാണ് എഡ്യൂഎംഇ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ. പല ആർക്കും അറിയില്ല, എവിടെ ഏത് പേരൻസിന് അറിയില്ല എവിടെ എന്ത് കിട്ടും, കുട്ടികൾക്ക് എന്താ അറിയില്ല, എന്താണ് എൻ്റെ പാഷൻ അനുസരിച്ച് എങ്ങനെ ഒരു കോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഞാൻ ഫ്യൂച്ചറിൽ എങ്ങനെയാണ്, അതിനൊരു സൊല്യൂഷൻ ഞാൻ കൊടുത്തു. അതാണ് എഡ്യൂഎംഇ യൂണിവേഴ്സ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സംരംഭമായിട്ട് നിങ്ങൾ ഇറങ്ങുവാണെങ്കിൽ, ഇപ്പം ഫുഡ് ഡെലിവറി എന്ന് പറയുന്ന ഒരു ആപ്പ് വന്നു അല്ലേ, അതെന്തുകൊണ്ടാണ് വന്നേ? ആളുകൾക്ക് പോയി മേടിക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പം ഗ്യാസ് പോലും വരുന്നു എന്ന് പറഞ്ഞു, സ്വിഗ്ഗിയിലേക്കും സൊമാറ്റോയിലേക്കും അവർ ലിസ്റ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഗ്യാസ് പോയി അവിടെ പോയി എടുക്കേണ്ട ആവശ്യം വരില്ല, വീട്ടിൽ കൊണ്ടുതരും. മനസ്സിലായി? അപ്പം ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷനാണ് ആര് കൊടുക്കുന്നത്? ഓൺട്രപ്രണർ കൊടുക്കേണ്ടത്. മനസ്സിലായി? ഞാൻ വന്ന കോൺസെപ്റ്റ് ഇതാണ്. അതുപോലെ ഒരു സംരംഭമാണ് എൻ്റെ ഇ സേവ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇ സേവ ജനസേവന കേന്ദ്രം കേട്ടിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ 600-ലധികം ഓൺട്രപ്രണർ ഉണ്ട്. അതെൻ്റെ പ്രൊജക്റ്റാണ്. നിങ്ങൾ എവിടെ ഇ സേവ ബസാർ എന്നുള്ള ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പ്രൊജക്റ്റാണ്. എന്ന് പറഞ്ഞാൽ അക്ഷയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പ്രൈവറ്റ് വേർഷനാണ്. എല്ലാവരും അക്ഷയ പോയി ഭയങ്കര തിരക്ക് കൂട്ടുന്നു. അക്ഷയക്കാരും കുറച്ചും കൂടെ ബെനിഫിറ്റുള്ള ഒരു പ്രൊജക്റ്റ് കൊടുത്ത് ഇന്ന് 600-700 ഓൺട്രപ്രണർക്ക് ഇന്ന് കേരളത്തിൽ എവിടെയും ഇത് കൊടുക്കും. അതാണ് ഞങ്ങളുടെ സർവീസ് ടെക് പ്ലാറ്റ്ഫോമാണ്. സർവീസ് ടെക്നോളജി, മറ്റേത് എഡ്യൂക്കേഷണൽ ടെക്നോളജി. മനസ്സിലായോ? അടുത്തത് ഇനി 2-3 പ്രൊജക്റ്റ് ഉണ്ട്. ട്രാവൽ ടെക് ഉണ്ട്, അതുപോലെ തന്നെ ഫിൻടെക് ഉണ്ട്, ഫിനാൻഷ്യൽ സൊല്യൂഷൻ. നമ്മുടെ ഗൂഗിൾ പേ പോലെ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഫിൻടെക് ആണ്. അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഫുഡ് ടെക് വരുന്നുണ്ട്. അടുത്ത വർഷത്തെ ഞങ്ങളുടെ പുതിയ ലോഞ്ചിങ് ആണ് ഫുഡ് ടെക്നോളജിയിൽ ഒരു പ്രൊജക്റ്റ്. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്നിവിടെ ഓരോരുത്തരും പഠിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സിനിമയ്ക്കകത്ത് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. നമ്മുടെ ആരാണ്, നമ്മുടെ ഏത് സിനിമയാണ് ലാസ്റ്റിലുള്ള ഒരു സിനിമ, മോഹൻലാലിൻ്റെ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയി. അതിൻ്റെ ലോജിക്ക് ഇതാണ്. ഞാനിതുള്ളൂ ഒരു SI പറയുന്ന ഒരു ഡയലോഗില്ലേ, നമ്മുടെ ഒരു പരസ്യത്തിലൊക്കെ ഉള്ള ഒരു, മറന്നുപോയി ഞാൻ. നിങ്ങൾക്ക് ക്ലിക്കായി തോന്നുന്നു, നിങ്ങൾക്ക് കുറച്ചും കൂടി. അപ്പം ഞാൻ പറഞ്ഞതാണ്, ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഒരു തീപ്പരി കത്തിച്ചിട്ടേ ഞാൻ പോകൂ. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സാധാരണ എംപ്ലോയി ആയി മാത്രം ഫ്യൂച്ചറിൽ നിങ്ങൾ മാറില്ല. സമൂഹത്തിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന കുറേ പേരായിട്ട് നിങ്ങൾ മാറും. നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു, എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഞാനിപ്പോൾ അടുത്ത ആഴ്ച പോവാം വിദേശത്തേക്ക്. 5 രാജ്യത്തു നിന്ന് ഓപ്പറേഷൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഇവരെ പോലെയുള്ള 60-70 എംപ്ലോയീസിന് ഡയറക്റ്റ് തൊഴിലും ഏകദേശം 5000-ലധികം ആളുകൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് തൊഴിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ വ്യക്തിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഞാൻ പറഞ്ഞത്. എന്നെക്കാളും ഒക്കെ മഹത്തായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. ഇപ്പം ലുലു എന്ന് പറയുന്ന ഒരാളുണ്ട് അല്ലേ, ലുലുവിൻ്റെ ഓണർ അല്ലേ, ആരാ, യൂസഫ് അലി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അദ്ദേഹം ഇന്ന് എത്ര പേർക്കാ തൊഴിൽ കൊടുക്കുന്നത്? മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണേണ്ടത് വലിയ വലിയ കാര്യങ്ങളാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, മനുഷ്യന് ആയുസ് എന്ന് പറഞ്ഞാൽ 25,000 തൊട്ട് 28,000 ദിവസങ്ങളേ ഉള്ളൂ. ഒന്നുകൂടെ കേട്ടെ, എത്ര ദിവസമുള്ളൂ? 25,000 തൊട്ട് 28,000 ദിവസങ്ങളേ ഉള്ളൂ ഒരു മനുഷ്യന് ആയുസ് ദൈവം ഭൂമിയിൽ തന്നിട്ടുള്ളത്. ആനയ്ക്കൊക്കെ കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വളർത്തുന്ന നായ്ക്കുട്ടിക്കൊക്കെ 9 വർഷം എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ അത് ദിവസങ്ങളായിട്ട് എണ്ണിയാൽ കുറവാണ്. അപ്പം നിങ്ങളിവിടെ 20 വയസ്സാണെങ്കിൽ നിങ്ങൾ ഇനി ഭൂമിയിൽ ഇനി എത്ര നാളും കൂടെ ജീവിച്ചിരിക്കുന്നു ഞാനിപ്പം പറഞ്ഞുതരാം, ഒന്ന് കണക്ക് കൂട്ടിക്കോ. ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാ? അവരുടെ കണക്ക് കൂട്ടാം നമുക്ക്. കൈ പൊക്കിയോ, ധൈര്യമായിട്ട് പൊക്കിയോ. മോളോ പറഞ്ഞോ, എത്രയാ മോളുടെ പ്രായം? 19 വയസ്സാണോ? എത്രയാ? 17. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ 17 വയസ്സുള്ള മോള് 17 × 365 ആരെങ്കിലും ഒന്ന് അടിക്കാവോ?
17 × 365, അതായത് ഈ ഭൂമിയിൽ മോള് വന്നിട്ട് 17 വർഷമായി എന്ന് പറഞ്ഞാൽ 365 ദിവസമാണല്ലോ ഒരു ദിവസങ്ങളാണല്ലോ ഒരു വർഷമുള്ളത്. ഒന്നടിച്ച് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചേ. 365 × 17 പറയാം എത്രേ? 6000 സംതിങ് ദിവസങ്ങളായി മോള് ഭൂമി വന്നിട്ടല്ലേ. ഈ ഭൂമി വന്നിട്ട് 6000 ചില്ലം ദിവസങ്ങളായി. ഇനി മോക്കിനി എത്രയുണ്ട്? -28,000. 25 അല്ല, 28,000 ഇട്ടോ. 28,000-ൽ 6000 ഓൾറെഡി മോളുടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി 21,000 ദിവസങ്ങളെ ഈ ഭൂമിയിൽ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി പോലും എത്ര നാളെ ഇനി ജീവിക്കാൻ പോകുന്നുള്ളൂ? കേട്ടെ, എത്ര? സാറേ എത്ര കറക്റ്റ് കൂട്ടിയായിരുന്നോ? അതായത് 28,000 മൈനസ് എത്ര ആയിക്കോട്ടെ, ഒന്ന് കൂട്ടിക്കോളൂ. 21,000 തൊട്ട് 6,000 പോയ 22,000 ദിവസങ്ങൾ. അതിനകത്ത് ഒരു ദിവസം ഇന്ന് പോയി. എല്ലാവരും ചിന്തിച്ചേ, ഇത്രയും ദിവസങ്ങളുള്ളൂ ഇനി ഭൂമിയിൽ. നമുക്കിനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ദിവസം പോലും നമുക്ക് കളയാനില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന സമയങ്ങൾ നമുക്ക് പഠിക്കണമെന്നും നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. മനസ്സിലായോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് 28,000 ദിവസം ഫിക്സ് ചെയ്തതെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇന്നലെയൊക്കെ മിനിങ്ങാന്നൊരു, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കാണുന്നതല്ലേ, നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. വാർത്ത കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സമയം കിട്ടാറുണ്ടോ നിങ്ങൾക്ക്? റീലൊക്കെ കാണാറുണ്ടോ എന്ന് എനിക്കറിയാം. വാർത്തയൊക്കെ എത്രമാത്രം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വി ഡി സതീശൻ ഒരു ക്ലാസ് നയിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞായിരുന്നു മനുഷ്യൻ്റെ ലൈഫ് സ്പാൻ കൂടിയെന്ന്. എത്രയാണ് ലൈഫ് സ്പാൻ? അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യർ, സാധാരണ നമ്മുടെ അച്ഛനും അമ്മയും അതിൻ്റെ മുന്നത്തുള്ള ആളുകളുടെയും അവരുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 30-40 വർഷമേ അവർ ജീവിക്കുകയുള്ളൂ. കാരണം അവർക്ക് ഒത്തിരി വയസ്സ്, ആവറേജ് ഞാൻ പറയുന്നത് കേട്ടോ, ചിലർ 60 ജീവിക്കും, ചിലർ 70 ജീവിക്കും, ചിലർ 25 ജീവിക്കും. ആവറേജ് ഒരു 40 വയസ്സിൽ മരിക്കുമായിരുന്നു. ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയും. മനസ്സിലായില്ലേ? അത് ഈ നൂറ്റാണ്ടായപ്പോൾ ആണുങ്ങളുടെ 78-ഉം ലേഡീസിൻ്റെ 79-ഉമാണ്. ലേഡീസ് ആണുങ്ങളെക്കാളും 1 വർഷം കൂടുതൽ ജീവിക്കും. കാരണം എന്താ? കുറച്ച് ദുശീലങ്ങളൊക്കെ പെൺപിള്ളേർക്ക് കുറവ്. പക്ഷേ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ആണുങ്ങളെക്കാളും ദുശീലം കൂടുതലുള്ള പെൺപിള്ളേരും ഉണ്ട്. എനിവേ, അതുകൊണ്ട് തന്നെ 79 വയസ്സ് വരെയാണ് ആവറേജ് ലൈഫ് സ്പാൻ എന്ന് കൂട്ടിയിരിക്കും. അതാണ് നമ്മുടെ ഒരു 28,000 ദിവസവും നമ്മൾ കൂട്ടിയത്. ഇത് അടുത്ത വർഷമാകുമ്പം, അടുത്ത നൂറ്റാണ്ടാകുമ്പോൾ 125-150 വരെ എത്തും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. കാരണം എന്താ? നിങ്ങൾ ബ്രെയിൻ ഇച്ചിരി വളമിട്ട് കൊടുത്തേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് ഈ തണുത്ത മട്ടിലിരിക്കാതെ, തണുത്ത കാലാവസ്ഥയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ മക്കളല്ല, അവരുടെ മക്കളൊക്കെ 150-125 വർഷമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ മെഡിസിൻ്റെ. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവർ മരിച്ചു പോലുള്ളൂ പഴയ കാലത്ത്. ഇന്ന് മെഡിസിൻസ് ഉണ്ട്, ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്നു. ഇപ്പം പക്ഷേ നമ്മൾ വരും തലമുറ വിട്, കഴിഞ്ഞതും വിട്, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇനി ഭൂമിയിൽ എത്ര നാളേ ഉള്ളൂ? ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ പോലും 20,000 സംതിങ്, എത്രയാണ് നമ്മൾ സാറെ കണ്ടുപിടിച്ചത്? നമ്മൾ 21,795 ദിവസമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളൊന്ന് കൂട്ടി നോക്കിയോ. എനിക്കിനി വളരെ കുറച്ച് നാളേ ഉള്ളൂ. എനിക്ക് 50 വയസ്സിന് മേളിലായി. അപ്പോൾ ഒരു 10-20 വർഷങ്ങളെന്ന് പറഞ്ഞാൽ 20 × 365 എന്ന് പറഞ്ഞാൽ 6,000-7,000 ദിവസങ്ങളെ എനിക്ക് ഭൂമിയിലുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കൂട്ടിക്കോ. അപ്പം ഞാൻ എത്രമാത്രം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം? മനസ്സിലാകാൻ പറഞ്ഞേ. അപ്പം ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതാണ് നിങ്ങളുടെ ജന്മോദ്ദേശം കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇപ്പോൾ സിസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ ജന്മോദ്ദേശം എന്ന് പറഞ്ഞാൽ ഗിവിങ് ഹെൽപ്പ് ടു അതേഴ്സ് അല്ലേ സിസ്റ്ററെ? മറ്റുള്ളവരെ എത്രമാത്രം അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. അവരുടെ ജന്മോദ്ദേശം അവർ കണ്ടെത്തി കഴിഞ്ഞു. ബോബി സാറിൻ്റെ ജന്മോദ്ദേശം ബോബി സാറ് കണ്ടെത്തി കഴിഞ്ഞു. നല്ല അധ്യാപകൻ, നല്ല ഡോക്ടറേറ്റ് എടുത്ത് നിങ്ങളെപ്പോലുള്ള മക്കളെ എത്ര പേരെയാണ് അദ്ദേഹം ഇവിടെ ജീവിതത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റൊക്കെ, എൻ്റെ CEO പോലും ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ്, രാജി. എൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, റീജിയണൽ ഡയറക്ടർ സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതുപോലെ എത്ര ആളുകളെയാണ് സാറിനെ പോലെയുള്ള അധ്യാപകർ പ്ലേസ് ചെയ്തത്. സാറിൻ്റെ ഇന്ന് ഞാൻ ക്ലാസ് എടുത്തത് എൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്നലെ ഒരു കുട്ടി എനിക്ക് ഇത് ചെയ്തു, സാറേ അമേരിക്കയിലാണ് അവൾ, അവിടുത്തെ ബാങ്കിൻ്റെ ഹയസ്റ്റ് പോസ്റ്റിലിരിക്കുക. അത് പറഞ്ഞു ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റാണ് അമേരിക്കയിൽ. അപ്പം നിങ്ങളെല്ലാവരും എവിടെ എത്തുമെന്നൊന്നും ഇന്ന് പ്രവചിക്കാൻ പറ്റുമോ? നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വലിയ റോളുകൾ കൈകാര്യം ചെയ്യും. ആഗ്രഹമുണ്ടോ? ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ ഒന്നും ഇരുന്നാൽ പോരാ. നല്ല ചാർജ് ആയിരിക്കണം, നല്ല എനർജി ആയിരിക്കണം, നല്ല ആക്റ്റീവ് ആയിരിക്കണം. മനസ്സിലായോ? നിങ്ങൾ ആരെ സ്നേഹിക്കണം? ആരെ സ്നേഹിക്കണ്ടേ? നിങ്ങളെ തന്നെ സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ടൈമിൽ ഭക്ഷണം കഴിക്കണം, ടൈമിൽ ഉറങ്ങണം, നല്ല എന്താ പറയുക, നല്ല ഹെൽത്തി ആയിരിക്കണം. ആണോ? അത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത 5 പേര്, നിങ്ങളുടെ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 5 പേര് ആരൊക്കെ? അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് അങ്ങനെ ഒരു 5 പേരല്ലേ. പിന്നെ ഒരു 25 പേര്, പിന്നെ ഒരു 250 പേര്. പിന്നെയാണ് എത്രമാത്രം നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നു, അവരെല്ലാം നിങ്ങളുടെ ഫോളോവേഴ്സാണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോളോവേഴ്സ് ഇന്ന് എത്ര കോടി ജനങ്ങളുണ്ട്? മഹാത്മാഗാന്ധിയുടെ ഫോളോവേഴ്സ് എത്രയുണ്ട്? മനസ്സിലായി? നിങ്ങൾക്ക് എത്ര പേര് ഫോളോവേഴ്സ് ഉണ്ട്? നിങ്ങൾ ഫോളോവേഴ്സ് ചിന്തിക്കുമ്പം ഇൻസ്റ്റാഗ്രാമിലെ ഫോളോ മാത്രമല്ല കേട്ടോ. നമ്മൾ ഓർക്കുന്ന ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ഫോളോവേഴ്സ് എന്നാണ്. നോട്ട് ഓൺലി ദാറ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഓരോ എൻ്റർപ്രണർഷിപ്പിലേക്കുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ദൈവങ്ങളാണ് എൻ്റർപ്രണർഷിപ്സ്. ഒരു സംരംഭകനായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ സാധിച്ചാൽ അതിൽ കൂടുതലൊരു ബ്ലെസ്സിങ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കോളേജ് തന്നെ എക്സാമ്പിളാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ് അല്ലേ? അതെ. അപ്പോൾ അന്നത്തെ ഏതോ ഒരു അച്ഛൻ്റെ ചിന്തയാണ് എൻ്റർപ്രണർഷിപ്പ്, അല്ലെങ്കിൽ സഭയുടെ ചിന്തയാണ് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം. ഇത്ര പേർക്ക് നമുക്ക് ഇവിടെ ഇരിക്കാനും പഠിക്കാനും ഇത്ര പേർക്ക് തൊഴിൽ കിട്ടാനും ഒക്കെ അദ്ദേഹം ഒരു എൻ്റർപ്രണർ കോൺസെപ്റ്റ്, അദ്ദേഹം അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകനായിട്ട് ഇരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, എൻ്റർപ്രണർ കോൺസെപ്റ്റ്, ഒരു സിസ്റ്റം ഉണ്ടാക്കണമെന്നും ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നും ഇതിൻ്റെ ലൈസൻസ് പാർട്ട് എടുക്കണമെന്നും ഇത്ര കുട്ടികൾ ഇവിടെ വരണമെന്നും ഇന്ന ലൈസൻസുകൾ ഉണ്ടാവണമെന്നും അദ്ദേഹവും അതിന് ചേർന്ന് നിന്ന ആളുകളും കൂടെ കൂട്ടായി പരിശ്രമിച്ചതിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ആം ഐ റൈറ്റ്? എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഒരു ദിവസം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കുക, രണ്ടാമത് നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക, പിന്നെ നിങ്ങളുടെ സമൂഹത്തെ സ്നേഹിക്കുക, രാജ്യത്തെ സ്നേഹിക്കുക. ആദ്യം നിങ്ങളുടെ പോക്കറ്റിൽ 10 പൈസ ഉണ്ടാക്കാൻ നോക്കണം. നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ്, ഇന്ന് അക്കൗണ്ട് ബാലൻസ് 5 അക്കത്തിൽ കൂടുതലുള്ളവരെന്ന് കൈവയ്ക്കേ. ഇന്നത്തെ ദിവസം അക്കൗണ്ട് ഉള്ളവരെന്ന് കൈവയ്ക്കേ. എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടല്ലേ? ഓക്കെ. ഇനി ആദ്യത്തെ ചിന്ത എന്തായിരിക്കണം? എൻ്റെ അക്കൗണ്ട് ബാലൻസ് എത്രയാക്കി മാറ്റണം? 5 അക്കത്തിന് മേളിൽ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമോ? ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്കും 17 വയസ്സാണ്. വിദേശത്തെ കോൺസെപ്റ്റ് എന്താണെന്നറിയാമോ? 12 വയസ്സാവുമ്പോഴേ അച്ഛനും അമ്മയും ഈ കോഴിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ തള്ളക്കോഴി ചെയ്യുന്നൊരു കാര്യമുണ്ട് മക്കളെ, അല്ലെങ്കിൽ ഈ പക്ഷികൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. കൂട്ടിൽ നിന്ന് അവരെ എന്ത് ചെയ്യും? തള്ളി പുറത്താക്കും. എന്തിനാ? സ്വന്തമായിട്ട് പറക്കാൻ പഠിക്കാൻ. എന്ന് പറഞ്ഞ പോലെ വിദേശത്ത് അവർ 12ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12 വയസ്സ് വരെ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉള്ളൂ. നമ്മളിപ്പോഴും 25 വയസ്സായാലും അച്ഛനും അമ്മയോടും ഇന്നിപ്പോൾ സ്കൂൾ ഫീസ് അടയ്ക്കണം, നമ്മൾ ആരോട് പോയി ചോദിക്കും? അച്ഛനും അമ്മയോടും ചോദിക്കും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരു പോക്കറ്റ് മണി വേണം, നമുക്കിത് വേണം, നമ്മൾ പോയി അച്ഛനും അമ്മയോടും ചോദിക്കും. ഞാൻ നിങ്ങളോടെല്ലാം ചെയ്യുന്നു, നിങ്ങൾ സ്വന്തമായിട്ട് കുറേശ്ശെങ്കിലും ഏൺ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യാൻ പറ്റുക? ഇപ്പം നിങ്ങൾ പഠിക്കുകയും ചെയ്യണം അല്ലേ? എൻ്റെ ഇന്ന് ഈ PhD വരെ എനിക്ക് ഡബിൾ PhD ഉണ്ടെങ്കിൽ ഇതെല്ലാം ജോലി ചെയ്തുകൊണ്ട് എൻ്റെ 17ാമത്തെ വയസ്സ് ഞാൻ ജോലിക്ക് കയറിയാണ്. ഞാൻ ആദ്യം കുട്ടികളോട് പറയുന്ന, ആദ്യം നിങ്ങൾക്കൊരു നിങ്ങൾ യു ആർ വെരി ലക്കി, നിങ്ങളെ പഠിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരൻസ് നിങ്ങളെ വിട്ടിരിക്കുക ഫ്രീ ആയിട്ട്. എനിക്കൊന്നും അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചത് ആർമിയിൽ നിന്ന് ഇറങ്ങപ്പോഴും 3 ഡിപ്ലോമയായിട്ടാണ് ഇറങ്ങിയത്. പിന്നെ എല്ലാം പഠിച്ചത്, എൻ്റെ MBA പഠിച്ചതും എൻ്റെ ഡോക്ടറേറ്റ് എടുത്തതും എല്ലാം ജോലിയോടൊപ്പമാണ്. അപ്പം നിങ്ങളിപ്പം 3 വർഷം അല്ല 4 വർഷത്തിലേക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് പഠിക്കുക തന്നെയാണ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡിഗ്രി സമ്പാദിക്കുകയല്ല, അതിന് പകരം കുറച്ച് സ്കില്ലുകളുമായിട്ട് ഇറങ്ങുക. ഞാൻ പറഞ്ഞ ആദ്യം മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ, എന്തായിരിക്കും അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ നോക്കുന്ന സ്കില്ലുകൾ? പറയാമോ? എന്തൊക്കെ സ്കില്ലുകളാണ് നിങ്ങളുടെ നോക്കാൻ പോകുന്നത് പറയാമോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കുള്ള എബിലിറ്റീസ്, നിങ്ങളെല്ലാം ജെൻസി വിഭാഗത്തിലാണ് അല്ലേ? ജെൻസി അല്ലേ എല്ലാവരും? ജെൻസി അല്ലേ? അത് ആൽഫയാണോ അവർ? ജെൻസിയാണല്ലേ? ജെൻസിക്കോടെ ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഞങ്ങളുടെ തലമുറയെ അപേക്ഷിച്ച് നിങ്ങൾ ഭയങ്കര ബ്ലെസ്സിങ് ആണ്, നിങ്ങൾ ഭയങ്കര കഴിവുള്ളവരാണ്. നിങ്ങളുടെ ക്വാളിറ്റീസ് പറഞ്ഞു തരാം.
നിങ്ങൾക്കുള്ള ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിനെ കുറിച്ച് നിങ്ങൾ കലക്കി കുറിച്ച് വെച്ചിരിക്കുക. ഇൻസ്റ്റാഗ്രാം അറിയാം, AI അറിയാം, ലിങ്ക്ഡിന്, റിമോട്ട് വർക്ക് അറിയാം, ഗ്ലോബൽ ജോബ്സിനെ കുറിച്ച് അറിയാം, സ്റ്റാർട്ടപ്പ് കൾച്ചർ നിങ്ങൾക്ക് പലർക്കും ഉണ്ട്. ഇന്ന് 11ാം ക്ലാസ് പഠിക്കുമ്പോഴേ ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന കുട്ടികളുണ്ടെന്ന്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ചിന്തകൾ അതിലേക്ക് വരണേ. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഡ്രീം ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ 5 അക്ക സംഖ്യ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുത്തിക്കാം, എങ്ങനെ പാർട്ട് ടൈം ചെയ്യാം, ഒരേ സമയം പഠനവും ഒരേ സമയം സമൂഹത്തിൽ വിജയിക്കുകയും അതോടൊപ്പം പഠനവും ചെയ്ത് മിടുക്കരായിട്ടുള്ള പിള്ളേരായിട്ട് എങ്ങനെ 5-4 വർഷം കൊണ്ട് നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു ചെറിയ കാര്യമാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. റെഡിയാണോ? അധികം സമയം ഞാൻ എടുക്കില്ല. സാർ അവിടെ ബെല്ലടിച്ചോണേ സമയമാകുമ്പോൾ. റെഡിയാണോ? ആരൊക്കെ റെഡിയാ? അല്ല ഞാൻ ഇപ്പം നിർത്തുക. ആഗ്രഹമുള്ളവർ പറഞ്ഞേ, എത്ര പേർക്ക് എനിക്ക് നല്ല പൈസ ഉണ്ടാക്കണം, എത്ര പേർക്ക് ജീവിതത്തിൽ സക്സസ് ആവണം? പറ. എല്ലാവർക്കും കൊണ്ട് പറയാൻ മടിയാ പലർക്കും. പക്ഷെ ഞാൻ ഇവിടെ ഡയറക്റ്റായിട്ട് വന്ന് ഉണ്ടോ, പുറയിലുണ്ടോ എൻ്റെ ഇന്റേൺഷിപ്പ് കൂടിയ പിള്ളേർ നോക്കിയാൽ അവരെപ്പോഴും ഉണ്ടാവും. കാരണം അവർ ഇന്റേൺഷിപ്പിന് അവിടെ വന്നപ്പോൾ അവർക്ക് കിട്ടിയ നോളജ് അവരോട് പ്രൈവറ്റായിട്ട് ചോദിച്ചു. അവരെങ്ങനെയായിരുന്നു അവിടുന്ന് ആക്റ്റീവ്, അവിടുന്ന് അവർ പഠിച്ചിട്ട് വന്ന് ഓഫീസ് ഓട്ടോമേഷൻ പഠിച്ചു, AI ഒക്കെ പഠിച്ചില്ല മക്കളെ. AI സെൽഫ് വീഡിയോ ഒക്കെ അവരുണ്ടാക്കാൻ പഠിച്ചു, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന പഠിച്ചു. ഓക്കെ, അതെല്ലാം വിട്. അപ്പം നിങ്ങൾക്കുള്ള ക്വാളിറ്റീസ് ഇതൊക്കെയാണ്. നിങ്ങളുടെ നെഗറ്റീവ്സ് കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ദേഷ്യപ്പെടും എന്നോട്? ഈ ഒരു പുതിയ തലമുറയുടെ നെഗറ്റീവ്സ് കൂടെ പറഞ്ഞോട്ടെ. ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ പറയും. നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ സ്പാൻ കുറവാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സബ്ജക്റ്റിൽ 3 സെക്കൻഡിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കാം. ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഞങ്ങൾക്കൊരു ക്ലാസ് പഠിപ്പിച്ച അധ്യാപകരുടെ നോക്കിയിരിക്കാനും അത് എഴുതിയെടുക്കാനും കാര്യങ്ങളുള്ള ഒരു ക്ഷമയും കാര്യങ്ങളും ഞങ്ങളുടെ തലമുറയ്ക്കുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങളുടെ തലമുറയുടെ. എന്തായിരിക്കും അതിനുള്ള കാരണം? ഓവറായിട്ടുള്ള ഇൻഫർമേഷൻ യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, അല്ലേ? ഞങ്ങളൊക്കെ പഴയ കാലത്തുള്ള ആളുകൾ അഗ്രികൾച്ചർ എറയിൽ ജീവിച്ചു, അത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ എറയായിരുന്നു എൻ്റെയും ബോബി സാറിൻ്റെയൊക്കെ. ഇപ്പം ഇൻഫർമേഷൻ എറയാണ്. ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, അല്ലേ? ഓവർ വിവരങ്ങളാണ്. ഞങ്ങൾക്ക് പണ്ടത്തെ കാലത്ത് ഞങ്ങൾക്കൊരു അറിവ് കിട്ടണമെങ്കിൽ മാതാപിതാ ഗുരു ദൈവം എന്നാണ് ഞങ്ങൾ പറയാം. മാതാവിനോടോ പിതാവിനോ ഗുരുവിനോടോ ചോദിക്കണമായിരുന്നു. ഇതുവരാരും തന്നില്ല, ദൈവത്തോട് പോയി ഇങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നു. പക്ഷെ ഇന്ന് മാതാപിതാ ഗൂഗിൾ ദൈവമാണ്, അല്ലെ മാതാപിതാ ChatGPT ദൈവമാണ്. ഒരു പ്രശ്നമില്ല, എന്ത് ഇൻഫർമേഷനും ജസ്റ്റ് ആൻസർ തരും, സെക്കൻഡുകൾ കൊണ്ട് തരും, അല്ലേ? അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്നാണ് എന്താ പറയുക, അറ്റൻഷൻ സ്പാൻ നിങ്ങൾക്ക് ഭയങ്കര കുറവാണ്. ഇതിനെ ഒന്ന് നിങ്ങൾ മൈൻഡ് പവറിലൂടെ ഡെവലപ്പ് ചെയ്താൽ, ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങൾക്ക് കൂട്ടാൻ നിങ്ങൾക്ക് ശ്രമിച്ചാൽ, അത് ചെയ്യണമെങ്കിൽ, അത് അറ്റൻഷൻസ് ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യണം, കൂടുതൽ ബുക്സുകൾ വായിക്കണം, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനെയും നിങ്ങളുടെ സമയത്തെയും. നമ്മളിവിടെ ഇരുന്ന് ഈ ക്ലാസ് റൂമിലിരുന്ന് ഇത് പഠിക്കുമ്പോൾ ഒരു വിഭാഗം എന്നെപ്പോലെയുള്ള കോർപ്പറേറ്റുകൾ ഒരിടത്ത് ഇരുന്ന് ഞങ്ങൾ ബോർഡ് മീറ്റിംഗ് കൂടുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ സമയവും നിങ്ങളുടെ കാര്യങ്ങളും എത്രമാത്രം ഞങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന്. എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റിസർച്ച് ചെയ്യുന്ന എന്താണെന്നറിയോ? നിങ്ങളുടെ സമയവും നിങ്ങളുടെ എത്രമാത്രം ഇൻസ്റ്റാഗ്രാമിനകത്ത് നിങ്ങളുടെ തല ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറക്കാതിരിക്കാം. പറഞ്ഞ മനസ്സിലാകാൻ പറയുന്നുണ്ടോ? എന്നാലാണ് അവന് റേറ്റിംഗ് കൂടുകയുള്ളൂ, എന്നാലാണ് പിന്നെ GB കൺസ്യൂമിങ് കൂടുകയുള്ളൂ, അപ്പോഴാണ് അവന് ഇൻകം കിട്ടുകയുള്ളൂ. പറയുന്നത് മനസ്സിലായോ? പോട്ടെ, 24ൻ്റെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ വാർത്ത കാണുന്നു, അല്ലേ? അവിടെ സെൻസേഷണൽ ന്യൂസുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കണം, ജോലിക്ക് പോകരുത്. അവൻ സെൻസേഷൻ, അപ്പോഴാണ് അവൻ്റെ GB. നമ്മൾ ഓർക്കും നമ്മൾ ഈ TV കാണുന്നു, ഇൻസ്റ്റാഗ്രാം കാണുന്നു, ഫ്രീ ആണെന്നാണോ? അല്ല, നമ്മൾ പൈസ മുടക്കുന്നില്ലേ? അപ്പം നമ്മുടെ പൈസയും നമ്മുടെ ഇതും ഈ കോർപ്പറേറ്റുകളുടെ എല്ലാം തോട്ടതാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ചിന്തിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ അറ്റൻഷൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുവരാമെന്നാണ്. മനസ്സിലായോ? TV ചിന്തിക്കുന്നത് എന്താ? അവനിലേക്ക് കൊണ്ടുവരാം. ഇവിടുത്തെ ഒരു കഫ്റ്റേരിയ ചിന്തിക്കുന്നത് എന്താ? അപ്പുറത്തുള്ള ഒരു കഫ്റ്റേരിയ അവനെ അവിടെ അട്രാക്ഷനായിട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അവനെ ടീ കൊടുക്കാൻ നിങ്ങളെ, അല്ലെങ്കിൽ ഒരു അൽഫാം കഴിക്കാൻ അങ്ങോട്ട് അറ്റാച്ച് ചെയ്താൽ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടുകയും നിങ്ങൾ ഏറ്റവും വലിയ ആളുകളായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റണം. ഒരു പ്രശ്നം നിങ്ങളുടെ അതാണ്, ലൈഫ് സ്പാനിനെ ഇതാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷനാണ്.
അങ്ങോട്ട് ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷൻ മൂഡിലാണ് നിങ്ങൾ. അതിൽ നിന്ന് വെളിയിൽ വരണം. ഇതും മെഡിറ്റേഷനും നല്ല ആളുകളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, എപ്പോഴും നമ്മൾ കൂട്ടുകൂടുന്ന നമ്മളെക്കാൾ ഉയർന്നവരുമായിട്ടായിരിക്കണം. ഉയർന്നവരെന്ന് ഞാൻ പറയുന്ന ആരാ? സാമ്പത്തികമായി ഉയർന്നതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉയർന്നവരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓന്ത് കണ്ടിട്ടുണ്ടോ? 3 ടൈപ്പ് ആളുകളുണ്ട് സമൂഹത്തിൽ. ഒന്ന് പഴം ടൈപ്പ് ആളുകൾ. എന്താണ് പഴം? പഴം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നല്ല മനോഹരമാണ് കാണാൻ, നല്ല കളറൊക്കെ ഉണ്ട്. അവരെ മറ്റുള്ളവർ കഴിക്കുവാണ് എന്ന് പറഞ്ഞാൽ അവരെ മറ്റുള്ളവർ ഉപയോഗിക്കുകയാണ്. അത് എവിടെയെങ്കിലും എടുത്തു വെച്ച കാലാവസ്ഥയാണ്, അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. പഴം ടൈപ്പ് ആളുകൾ. നിങ്ങൾ തന്നെ, ഞാൻ ഈ 3 ടൈപ്പ് ആളുകൾ പറയുമ്പം നിങ്ങൾ ചിന്തിച്ചോണം ഇതിനകത്ത് ഏത് ടൈപ്പാണ് ഞാൻ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത് ടൈപ്പ് ആളുകൾ എന്ന് പറയും. പന്തെന്ന് റബ്ബർ പന്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? റബ്ബർ പന്ത് ഇങ്ങനെ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ആദ്യത്തെ അടിയിൽ മേളിൽ നിൽക്കും, പിന്നെ തട്ടക്കടക്കടാന്ന് പറഞ്ഞ് താഴെ നിൽക്കും. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ അധ്യാപകർ മോട്ടിവേറ്റ് ചെയ്താലോ അല്ലെ ഇപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് കൂടുമ്പോൾ ചില ആളുകൾ ഭയങ്കര സെൽഫ് മോട്ടീവ് ആയിരിക്കും. 2 ദിവസം ഭയങ്കര ഇതാണ്, 3-ാമത്തെ ദിവസം അവർ ഡൗൺ ആയി. പിന്നെ ആരെങ്കിലും തട്ടിക്കൊടുത്ത് അവർ വീണ്ടും, അധ്യാപകരും അല്ല അച്ഛനും അമ്മയോ അങ്ങനെയൊക്കെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും ഉയർത്തെണീറ്റ് അവർ നല്ല അഗ്രസീവായിട്ട് ഇത് പോകും. 3-ാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്, ക്യാരക്ടർ, ഓന്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയും. ഓന്തെന്ന് പറഞ്ഞ ജീവിയെ ഞാൻ ഒരിക്കലും നല്ലതായിട്ട് പറയല്ല. ഓന്തിൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ തല ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ തല? താഴോട്ടാണോ നോക്കുന്നത്? ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ 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 ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിട്ട് അത് സിറ്റുവേഷൻ അനുസരിച്ച് അവർ ഇപ്പം കല്ലിൻ്റെ ഇടയ്ക്ക് എന്ന ഓന്തിൻ്റെ നിറം എന്താ? കല്ലിൻ്റെ നിറം. പച്ചിലയുടെ അടുത്ത് നിന്നാൽ എന്താണ്? പച്ചിലയുടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദേ ആർ ഓൾവേസ് ഹാൻഡ്ലിങ് ദ സിറ്റുവേഷൻസ്. സിറ്റുവേഷൻ അനുസരിച്ച് ഡിപ്രഷൻ ആവാതെ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാതെയോ അല്ലെങ്കിൽ ഒരു ഡൗൺ ആവാതെയോ ഒക്കെ സിറ്റുവേഷൻ അനുസരിച്ച് അവരെന്താവും? കൂടുതൽ കൂടുതൽ ചാർജ് ആവും. അവർക്ക് ഓരോ നെഗറ്റീവ്സുകൾ വരുമ്പം ദേ ആർ വെരി സ്ട്രോങ്. അല്ലാതെ നെഗറ്റീവ്സിൽ പോയിട്ട് അവരെന്താവുകയല്ല, ഡിപ്രഷൻ ആവുകയല്ല. അപ്പം പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ഭയങ്കര ഡിസ്ട്രാക്റ്റ് ആണ് അവർ. അവർക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അവർ ഭയങ്കര ടെൻഷനാണ്. അവൻ്റെ മൈൻഡ് അവർക്ക് ഒരിക്കലും ഒരിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ കുറ്റമല്ല, നിങ്ങളുടെ ആരുടെയും കുറ്റമല്ല, നിങ്ങൾ മിടുക്കനാണ്, മനസ്സിലായില്ലേ? പിന്നെ ഒരു പ്രശ്നമാണ് ഫിയർ, പേടിയാ. ഇവിടെ ആര് കൈ വെക്കാൻ കൂടെ പേടിയാ. പേടിക്കരുത്, എന്ത് വന്നാൽ നോക്കാം. ചിന്തിക്കാൻ പേടിയാണ്. ഞാൻ എൻ്റർപ്രണർ ആകാൻ പേടിയും. ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ, അതിന് കാശൊന്നും കൊടുക്കണ്ടല്ലോ. സ്വപ്നം കാണ്. അബ്ദുൽ കലാം പറഞ്ഞ പോലെ എന്ത് സൈസ് സ്വപ്നമോ? നമ്മൾ ഉണർന്നിരിക്കുമ്പം കാണുന്ന സ്വപ്നം, അല്ല ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു സിനിമാ നടി, വലിയ ഫേമസ് ആയിട്ടുള്ള പ്രിയങ്ക ചോപ്ര? ലേഡീസിനൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളാണ്. പ്രിയങ്ക ചോപ്ര കണ്ടിട്ടുണ്ടോ? അറിയാമോ? പ്രിയങ്ക ചോപ്ര അറിയാമോ ആർക്കെങ്കിലും? ഹിന്ദി നടിയാണ്, ഹോളിവുഡ് വരെ അഭിനയിച്ച ഒരു നല്ല മോട്ടിവേഷണൽ സ്പീക്കർ. പുള്ളിക്കാരി സാധാരണ ഒരു കുടുംബത്തിലൊരു പട്ടാളക്കാരൻ്റെ മകളായിട്ട് ജനിച്ചതാണ്. പുള്ളിക്കാരി ഇന്ന് ലോകത്തിൽ ഹോളിവുഡ് വരെ ചെന്നു. പുള്ളിക്കാരി നേരത്തെ ഡ്രീം ചെയ്യുമായിരുന്നു ഇതെല്ലാം. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡ്രീം ചെയ്യാം. നിങ്ങൾ എന്താവണം? നിങ്ങൾ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്നത്, നിങ്ങളുടെ ബാഗ് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകുന്നത്, നിങ്ങൾ വലിയ ക്യാബിനിലിരിക്കുന്നത്, നിങ്ങൾ വലിയ കാറിൽ വരുന്നത്, നിങ്ങൾ സ്വന്തം ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങളുടെ പോർച്ചിൽ കൊണ്ട് വണ്ടി ഇടുന്നത്, ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ചാരിറ്റി ചെയ്യുന്ന, ഒത്തിരി പേർക്ക് അന്നദാനം ചെയ്യുന്നത്, ഒത്തിരി പേർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്, എന്തും നിങ്ങളുടെ പാഷൻ അനുസരിച്ച് യു ക്യാൻ ഡ്രീം. റൈറ്റ്? ഇത് സ്വപ്നം കാണൂ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. ഇനിയിപ്പം ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു, എൻ്റെ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഫൈലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്, പബ്ലിക്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? ഞാൻ നിങ്ങളെ അതൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ജോബി സാറൊക്കെ ഇഷ്ടംപോലെ സബ്ജക്റ്റുകളൊക്കെ പഠിപ്പിക്കും, നിങ്ങളെ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും ഫ്യൂച്ചറിന്. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ജീവിതത്തിൽ വിജയിക്കാനാണ്. എന്താണ്? അപ്പോൾ ആദ്യം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഒരു സോഷ്യൽ പ്രൊഫൈൽ ഉണ്ടാക്കണം. ഉണ്ടോ? എത്ര പേർക്കുണ്ട്? അല്ല, ഇപ്പോൾ ചോദിച്ചാൽ അറിയാം. ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ മോൻ്റെ പേരെന്താടാ? അൻസ്. ഹു ഈസ് അൻസ് എന്നൊന്ന് അടിച്ചു നോക്കിയാൽ ഒത്തിരി അൻസുമാരുണ്ടാവും. പക്ഷേ അൻസിൻ്റെ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അൻസിനൊരു സോഷ്യൽ മീഡിയയിൽ നല്ലൊരു പ്രൊഫൈൽ കിട്ടിയാൽ അതാണ് സോഷ്യൽ മീഡിയയിലുള്ള പ്രൊഫൈൽ. പിന്നെ പബ്ലിക് ഇമേജാണ്. നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ആര്? ഇന്നയാളുടെ മോൻ, ഇന്നയാളുടെ അച്ഛൻ, ഇന്നയാളുടെ കുടുംബത്തിലെ. ഇപ്പോൾ കോളേജിൽ ചോദിച്ചാൽ അവൻ മിടുക്കൻ, അവൻ ആ ക്ലാസ്സിൽ പഠിക്കുന്ന നല്ല സ്കില്ലുള്ള ഒരു പയ്യൻ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം യു പീപ്പിൾ ആർ ക്രിയേറ്റ് നിങ്ങളുടെ ഒരു സ്വന്തം പ്രൊഫൈൽ. ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിങ് ക്രിയേറ്റ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ. എസ്പെഷ്യലി കോളേജും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഫേസ്ബുക്കിനേക്കാൾ ഉപരി
നിങ്ങൾ എവിടെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടേ? ഹലോ ഡിയേഴ്സ്, എവിടെയാണ് ക്രിയേറ്റ് ചെയ്യണ്ടേ? ലിങ്ക്ഡിനിൽ ചെയ്യുമോ? ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ല ഇന്നിവിടെ തലയും കാട്ടി അടുത്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി ക്ലാസ്സുകൾ വരുന്നു, ഒത്തിരി പേര് കേൾക്കുന്നു. അങ്ങനെയല്ല. ചെയ്താൽ നിങ്ങളൊരു 5 or 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നമ്മളെവിടെയെങ്കിലും വെച്ച് ടാറ്റ കാണിക്കും. ഇപ്പം തന്നെ ഞാൻ 1,00,000 ആളുകളെ പല സ്ഥലങ്ങളിൽ പറയും, ഇന്ന് ഏത് രാജ്യത്ത് ചെന്നാലും എനിക്കൊരു ടാറ്റ കിട്ടും അവിടെ. സാർ എത്തിയോ? എന്നെ കാണാൻ വരും ആളുകൾ. അതുപോലെ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങളൊരു 5 or 10 or 20 വർഷമൊക്കെ കഴിഞ്ഞ്, ഞാനന്ന് വയസ്സിനൊക്കെ ആയി ഭയങ്കര മുടിയും താടിയൊക്കെ നരച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ അന്നൊരു ഗുഡ് പ്രൊഫൈലായിട്ട് വന്ന് പറയണം, സാർ ഇതാണ്. അതാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ ജന്മോദ്ദേശം അതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ 1, 5, 10 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിൽ എനിക്ക് ഹാപ്പിനെസ് ലഭിക്കുന്നത് ഒരു മനുഷ്യനെങ്കിലും, ഒരു വ്യക്തിയെങ്കിലും സക്സസ് ആവുന്ന ഒരു ഇൻസ്പിറേഷൻ. നമ്മളെ സംബന്ധിച്ച് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഉള്ളൂ. പൈസ കൊടുത്ത് നമ്മൾ ഒരാളും തന്നിരുത്താൻ പറ്റുമോ? പക്ഷേ നമുക്ക് അവസരങ്ങൾ കൊടുത്തും ഓപ്പർച്യൂണിറ്റി കൊടുത്തും ഒക്കെ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ക്ലബിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഓൺട്രപ്രനർഷിപ്പ് ക്ലബിലൂടെ നിങ്ങൾ കുറച്ച് സ്വയം തൊഴിലുള്ള ആക്ടിവിറ്റികളും ചില കണ്ടുപിടുത്തങ്ങൾ, നിങ്ങൾ ഇന്ന് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളൊരു സെർച്ചിങ് മൈൻഡ് ഉണ്ടാവണം. എന്താണ് മാർക്കറ്റിലെ ഒരു പ്രോബ്ലം? ഈ അക്ഷയയുടെ കോൺസെപ്റ്റ് എൻ്റെ അങ്ങനെ ഉണ്ടായത്. ഞാനൊരു അക്ഷയയിൽ ഒരു സർവീസിന് പോയപ്പം അവിടെ ഉണ്ടായ ഓവർ റഷാണ് എന്നെ ഈ സേവ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ ചിന്ത എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ ഇന്ന് പലയിടത്തും യാത്രകൾ ചെയ്യുമ്പോൾ, പല ഇതിലും പോകുമ്പോൾ, സമൂഹത്തിൽ കാണുന്ന ഓരോ പ്രോബ്ലംസിന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. മനസ്സിലായാൻ പറയുന്നേ? ക്ലിയർ ആയോ? അപ്പം ഇത് നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ പോവുക. പിന്നെ ചെറിയ സംരംഭക സാധ്യതകൾ ചെയ്യുക. ചെറുത്, വലുതൊന്നും വേണ്ട. പിന്നെ എൻ്റെ കമ്പനി നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനുണ്ട്. ആർക്കെങ്കിലും പഠിക്കുന്നതോടൊപ്പം തന്നെ പാർട്ട് ടൈം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഫ്രീ ഉള്ളപ്പോൾ എൻ്റെ കമ്പനിയിലോട്ടൊന്ന് വന്നാൽ നിങ്ങൾ അവരെ ഗൈഡ് ചെയ്യും. നിങ്ങളുടെ പഠനത്തെ ബാധിക്കാതെ എങ്ങനെ നിങ്ങൾക്ക് ഈ 1 ലക്ഷം 5 ലക്ഷം ഒന്നുമല്ല, അതിൽ കൂടുതൽ ഫ്രീലാൻസിങ്ങിലൂടെ മേടിക്കുന്ന ആളുകളുണ്ട് എൻ്റെ കൂടെ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാം. നിങ്ങളുടെ പഠനത്തെയോ ഇതിനെയൊന്നും ബാധിക്കാതെ തന്നെ എങ്ങനെ ഒരു 5 പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 5 ഫിഗർ എമൗണ്ട് എങ്ങനെ വരുത്തിക്കാം എന്നെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ആർ യു റെഡി? അതോ ഇങ്ങനെ ആടി തൂങ്ങി ഇരുന്നിട്ട് വന്ന് പോയാൽ മതിയോ? താല്പര്യമുള്ളവർ വരൂ കേട്ടോ. കൊച്ചി ഇൻഫോ പാർക്കിൽ നമ്മുടെ ഓഫീസുണ്ട്, കട്ടപ്പനയിലും നമ്മുടെ ഓഫീസുണ്ട്. ഇതുപോലെ ഈ ഡെൽറ്റയുടെ ഒക്കെ നമ്പർ മേടിച്ചോ. അതുപോലെ തന്നെ നിങ്ങൾ നേരിട്ട് വരൂ. ഓക്കെ, അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും നമ്മളിന്ന് സബ്ജക്റ്റ് ചെയ്ത് എന്തെങ്കിലും സബ്ജക്റ്റ് എങ്ങനെ മടിയുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോ, നേരിട്ട് വിളിച്ചാലും മതി. പബ്ലിക്ക് ചോദിക്കണമെന്നില്ല. ഡെൽറ്റ ഒന്ന് പറഞ്ഞു കൊടുത്തത് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 9947. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്? ഓക്കെ, എല്ലാവിധ മോള് ചോദിച്ചോ. കണ്ടോ, അവൾ മിടിക്കുക, അവള് കണ്ടോ, മോള് ചോദിച്ചോ. ഇൻറ്റേൺഷിപ്പ് ഫ്രീ ആയിരിക്കുമെന്നോ? തീർച്ചയായിട്ടും നമ്മുടെ പാവനാത്മയിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും. എറണാകുളത്തൊക്കെ ഞങ്ങൾ പൈസയൊക്കെ മേടിച്ചിട്ടാണ്, പക്ഷേ നമ്മളിവിടെ ഫ്രീ ആയിരിക്കും കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ പഠിച്ച് മിടുക്കരായിട്ട് ഇറങ്ങി വരുമ്പം വരൂ, നല്ല സ്കില്ലുമായിട്ട് ഇറങ്ങി വരൂ. തൊഴിലും എന്നെ പറ്റുന്ന പോലെ, ഞാൻ പറയുന്ന വലിയ ഇതായിട്ടൊന്നും അല്ല, പക്ഷേ ഐ ക്യാൻ ഹെൽപ്പ് യു പീപ്പിൾ. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡിയാണോ? നമ്മൾ ചേർന്ന് നിൽക്കുക. ഓരോ കാര്യത്തിനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചോളൂ. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു 20
എന്താ പറയുക 15 വർഷം അല്ലേ, 15 വർഷത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആളുകൾ ഈ തൊഴിൽ പ്രാവീണ്യം ലഭിക്കാൻ സമയം കളയത്തില്ല, നേരെ തൊഴിൽ വേണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ തൊഴിൽ കിട്ടുമോ? അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ 15 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇൻറ്റേൺഷിപ്പായിട്ടും അല്ലെങ്കിൽ എന്താണ് പ്രൊബേഷണറി ആയിട്ടും ട്രെയിനി ആയിട്ടും ഒക്കെ നിൽക്കണം. മനസ്സിലായില്ലേ? ഒരു CA പഠിച്ചിറങ്ങിയാലും ഒരു CA കാരൻ്റെ അണ്ടറിൽ കുറേ നാൾ പണിയണോ? അതുപോലെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അഡ്വക്കേറ്റിൻ്റെ കീഴിലല്ലേ ആദ്യം പോയി നിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നല്ല നല്ല കമ്പനികളിൽ എന്ത് ചെയ്യണം? ഇൻറ്റേൺഷിപ്പ് ചെയ്ത് തൊഴിൽ പ്രാവീണ്യം. പിന്നെ എനിക്ക് നിങ്ങളോടൊരു അഡ്വൈസും കൂടെ ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് സർട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ ഇത് മാത്രമായി പോരുത്, ഇതിൻ്റെ കൂടെ അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് കൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ മൂത്ത മോൻ ഓസ്ട്രേലിയയിലാണ്. അവന് 78% അവന് അവിടുത്തെ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കൊടുത്തത്. രണ്ടാമത്തവൻ സിംഗപ്പൂർ. അത് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ അവനെ ഈ ഡിഗ്രിയോ അല്ലെങ്കിൽ UGയോ അല്ലെങ്കിൽ +2 പഠിപ്പിക്കുന്ന കൂടെ തന്നെ ഈ സർട്ടിഫിക്കേഷനും കൂടെ എടുപ്പിച്ചു. നിങ്ങളോടുള്ള റിക്വസ്റ്റാണ് എനിക്ക്. എന്താണ്? ഇന്ന് സ്വയം എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. അതിനകത്ത് നിങ്ങളുടെ പാഷൻ അനുസരിച്ചുള്ള, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഒത്തിരി കോഴ്സുകളുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പാഷനെ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണേ. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ. എന്തായിരിക്കും നിങ്ങളുടെ സ്വന്തം ഇഷ്ടം? എങ്ങനെ കണ്ടുപിടിക്കാം? പറഞ്ഞേട്ടെ, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അറിഞ്ഞോ അറിയാതെ വന്ന് ഓരോ സബ്ജക്റ്റിൽ വന്ന് പെട്ടതാ. പക്ഷെ യഥാർത്ഥ ഇഷ്ടം അതാണോ ഇതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ജസ്റ്റ് അതും കൂടെ ഒന്ന് പറയാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത്, അതാണ് നിങ്ങളുടെ യഥാർത്ഥ ഇഷ്ടം. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ നേഴ്സുമാരൊക്കെ ഉണ്ട്. നേഴ്സുമാർ പലയിടത്തും അച്ഛനും അമ്മയുടെയൊക്കെ സന്ദർഭത്തിലൊക്കെ അവിടെ പലയിടത്തുമൊക്കെ ജോലിക്കല്ലോ. അവിടെ ചെല്ലുമ്പോൾ അറിയുന്നത് നേഴ്സ് ജോബ് ഇതാ. അവർക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, വൈകിട്ട് അത് ടെൻഷനാണ്. അപ്പം അത് ഇഷ്ടപ്പെട്ടല്ല, കഷ്ടപ്പെട്ട് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നപ്പോൾ ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി ആയിരിക്കാം, അതിൽ എക്സലൻസി ആയാൽ മതി. ചിലപ്പോൾ നല്ലതായിട്ട് ഏതെങ്കിലും ഒരു സ്കില്ലുണ്ടാവാൻ നിങ്ങൾക്ക്, അതിൽ എക്സലൻസ് ആയാൽ മതി. പക്ഷെ ഒന്നുമില്ലാതെ പോകരുത്, എക്സലൻ്റ് ആവണം. മനസ്സിലായോ? അവിടെ ഇല്ല ഇവിടെ ഇല്ല, എന്നാൽ ഒത്തിരി കഴിവുകളുണ്ട്, ഒന്നും എനിക്ക് ക്ലിയർ ആവുന്നില്ല, അങ്ങനെ വരരുത്. ഏതെങ്കിലും ഒരു കഴിവിനെ നമ്മൾ യഥാർത്ഥമായിട്ട് കണ്ടെത്തുകയും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിൽ എക്സലൻ്റ് ആവണം, എന്നാലാണ് വിജയിക്കുകയുള്ളൂ. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം നിങ്ങളുടെ സ്കില്ലിനെ ഇന്ന് കണ്ടുപിടിക്കണേ. എങ്ങനെ കണ്ടുപിടിക്കാം? ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എനിക്ക് ഉറങ്ങാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിജയിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് TV കാണാനാണ് ഇഷ്ടം, പക്ഷേ ആ TV-യിൽ നിന്ന് ഏത് സബ്ജക്റ്റാണ്, ഞാനിപ്പോൾ ഒരു പത്രപ്രവർത്തകനായി മാറാനാണ്, ഓക്കെ, അവരെ ഞാൻ റിസർച്ച് ചെയ്യുകയാണ്, ഓക്കെ. അല്ലെ ഞാൻ യൂട്യൂബ് കാണും, എന്ത് സബ്ജക്റ്റാണ് കാണുന്നത്? അല്ല ചുമ്മാ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ട് പോയി ഗെയിം കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീരുവോ? ലൈഫ് തീർന്നു പോകും. മറ്റവർ പറഞ്ഞ പോലെ നമ്മുടെ GB കൺസ്യൂം ചെയ്ത് മറ്റവന്മാർ കാശാവും, നമ്മളെന്തെങ്കിലും കോഞ്ഞാട്ടയാവും. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? ഓക്കെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള ഒരു തലമുറ നമ്മുടെ പാവനാത്മാ കോളേജിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിയോടൊപ്പം കുറേയധികം സ്കില്ലുകളും ഉണ്ടായി. നിങ്ങളുടെ സെൽഫായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഓപ്പർച്യൂണിറ്റി നൽകുന്ന നല്ല പൗരന്മാരായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.